ഒന്ന് വേഗം വിടൂ. സീറ്റല്ല ഇപ്പൊ വീതിച്ച് കാണുമോ എന്തോ. താൻ നേരെ വിടറോ. നോ എൻട്രിയാ സാർ. മന്ത്രിക്ക് എന്തോന്ന് നോ എൻട്രി? താൻ വിടറോ. വണ്ടി അങ്ങോട്ട് ഒതുക്കി നിർത്താം. നിർത്താനല്ല, കേറാനാ പോണേ മന്ത്രി കസേരയിലോട്ട്. തന്നെയൊക്കെ കൊണ്ട് സല്യൂട്ട് അടുപ്പിക്കാൻ. അപ്പൊ എന്നെ മന്ത്രിയാക്കില്ലെന്ന് ഉറപ്പിച്ചു ഇല്ലേ? ഞാനിങ്ങനെ ആലോചിച്ചിട്ടേ ഇല്ല. ആഹാ, ആരാണ് നിങ്ങളെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എടോ, താൻ ഭ്രാന്ത് പറയരുത്. ഈ ശൈലി ഞാൻ തിരുത്തും. നമുക്ക് കാണാം. ശശി, നീ ദോശ കഴിച്ചിട്ട് പോ. ആശ നശിച്ചിരിക്കുമ്പോഴല്ലേ ദോശ. ഈ അനീതിക്കെതിരെ പൊരുതാൻ നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാവണം. ഇല്ലെങ്കിൽ പാർട്ടിയിലെ യുവജനങ്ങൾ മുഴുവൻ നശിക്കും. ഈ ഹരീഷ്ണന്റെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇയാൾക്ക് ഒരു MLA സീറ്റ് കൊടുക്കാൻ ഞാൻ അപേക്ഷിച്ചതാണ്, നിഷേധിച്ചു. അതോടെ ഞാൻ പിണങ്ങി. പിന്നെ ഞാൻ മൂലം തെരഞ്ഞെടുപ്പിൽ ഒരു പിളർപ്പുണ്ടാകല്ലോ എന്ന് കരുതി ഞാൻ അങ്ങ് ക്ഷമിച്ചു. ഈ യുദ്ധത്തിൽ നോ, ധർമ്മയുദ്ധത്തിൽ അതെ, നമ്മളെല്ലാവരും ശശിയോടൊപ്പം ഉണ്ടാവും. എന്ന് വെച്ച് ആരുടെയും കാല് പിടിക്കാൻ വഴുത്തല ശശിയെ കിട്ടില്ല. ബോസ് വേണേ നമ്മളോട് മാപ്പി ചോദിക്കട്ടെ. ഒരു കോംപ്രമൈസിന് ബോസ് വിളിച്ചിരിക്കുന്ന സ്ഥിതിക്ക് ശശി പോകുന്നതിൽ തെറ്റില്ല എന്നാ എന്റെ അഭിപ്രായം. അതാണ് ഞങ്ങളുടെ അഭിപ്രായം. എല്ലാരും കൂടി പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ തന്നെ പോകാം.